ഇന്നത്തെ നമ്മുടെ കാഴ്ച പാലക്കാട് നിന്നും ഒറ്റപ്പാലത്തേക്കുള്ള സ്റ്റേറ്റ് ഹൈവേ ആണ്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 15 വർഷത്തിലെ ഏറെക്കാലമായിട്ട് ഒരു തരത്തിലെ കേടോ തകരാറോ ഒന്നുമില്ലാത്ത കേരളത്തിലെ കിടിലൻ ഒരു റോഡാണ് ഈ റോഡ്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ബസ് KSRTCയുടെ പൊന്നാനി ഡിപ്പോയുടെ കോയമ്പത്തൂർ പൊന്നാനി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. ആ ബസ് കിടിലനായിട്ട് ഈ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. അപ്പോൾ മഴയുടെ കാഴ്ചകൾ, നല്ല റോഡിൻ്റെ കാഴ്ചകൾ, റോഡ് നല്ല തിളങ്ങുന്ന, ആ വെട്ടിത്തിളങ്ങുന്ന കേരളത്തിൻ്റെ തന്നെ അഭിമാനമായ പാലക്കാട് ഒറ്റപ്പാലം ഹൈവേയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. കേരളത്തിൽ നിന്നും വളരെയധികം ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾ പോകുന്ന ഒരു സ്റ്റാൻഡാണ് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ്. നമ്മുടെ കേരളത്തിൻ്റെ RTCയുടെയും തമിഴ്നാടിൻ്റെ RTCയുടെയൊക്കെ നിരവധി ബസ്സുകളാണ് ഇവിടുന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. കുറേ ബസ്സുകൾ പൊള്ളാച്ചിയിലേക്കും പോകുന്നുണ്ട്. ഇനി ചെന്നൈയിലേക്കും ഉണ്ട്, പോണ്ടിച്ചേരിയിലേക്കും ഉണ്ട്. കോയമ്പത്തൂരിലേക്കുള്ള ബസ്സുകളൊക്കെ ആണെങ്കിൽ ഒരേ സമയം 3 ബസ്സുകളൊക്കെ ട്രാക്കിൽ വന്ന് കിടക്കണതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് വരാൻ ഒരു വഴി, പുറത്തേക്ക് പോകാൻ മറ്റൊരു വഴിയാണ്. അത് പിന്നിക്കൂടെയുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ പിന്നിക്കൂടെ വഴി കൂടെ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ അവിടെ ആ വഴിയിൽ നിന്ന് നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ റോഡിൽ നേരെ വിട്ടാലാണ് പൊന്നാനിക്ക് എത്തുക. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് പാലക്കാട് ടൗണിൻ്റെ തന്നെ ഭാഗമായ മേഴ്സി കോളേജ് ജംഗ്ഷനിലാണ്. ഇതിപ്പോൾ വലിയൊരു ജംഗ്ഷനാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ തിരിഞ്ഞു പോകും. നമ്മളിപ്പോൾ കാണുന്നത് മേലാമൂർ ജംഗ്ഷനാണ്. നമ്മുടെ ഹൈവേ പാലക്കാട് പൊന്നാനി ഹൈവേ ആരംഭിക്കുന്നത് വേണമെങ്കിൽ ഇവിടെ നിന്നാണെന്നൊക്കെ പറയാം. കാര്യം ഇത് ഈ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിറ്റ് പൊന്നാനിക്കുള്ള റോഡ് തന്നെയാണ്. തൊട്ട് മുൻപൊക്കെ ആണെങ്കിൽ പാലക്കാട് ടൗണിൻ്റെ തന്നെ പല ഭാഗത്തേക്കുള്ള തിരിയാനുള്ള റോഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നേരെ പൊന്നാനിക്ക് പോകാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് മേപ്പറമ്പ് എന്ന ജംഗ്ഷനാണ്. ഇവിടുന്ന് ഒലവക്കോട്ടയ്ക്കൊക്കെ തിരിഞ്ഞു പോകാം. അല്ലാതെ പാലക്കാടിന് തന്നെ മറ്റു ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു ജംഗ്ഷൻ കൂടിയാണത്. ഇപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നേരെ റോഡ് കിടക്കുക കേട്ടോ. ഇവിടുന്ന് ടൗൺ വിട്ട് ഈ മേപ്പറമ്പിൽ എത്തിക്കഴിഞ്ഞാലാണ് വണ്ടി ഒരുവിധം സ്പീഡ് എടുക്കാൻ പറ്റുക. ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നല്ല ഹൈവേയുടെ എല്ലാ സ്വഭാവവും റോഡ് കാണിച്ചു തുടങ്ങും. ഇവിടെയൊക്കെ നോക്കി തന്നെ അറിയാം, നല്ല വീതിയുള്ള റോഡാണ്. മഴയത്ത് ഇങ്ങനെ റോഡ് ലൈറ്റ് അടിച്ച് ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് ഇങ്ങനെ കാണാം കേട്ടോ. ഫ്രണ്ട്സ്, നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ പാലക്കാട് പൊന്നാനി റോഡ് എന്ന് പറഞ്ഞു. ഇത് അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. പാലക്കാട് ഗുരുവായൂർ റോഡെന്നും പാലക്കാട് പട്ടാമ്പി റോഡെന്നൊക്കെ പറഞ്ഞാലും ഈ റോഡ് തന്നെയാണ്. ഇതുമല്ലാതെ പാലക്കാട് ഷൊർണൂർ റോഡ് എന്നും പറയാം. ഈ റോഡ് 15 വർഷത്തിലേറെയായിട്ട് ഇങ്ങനെ കേടുപാടൊന്നും ഇല്ലാണ്ട് ഇത് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒറ്റ കാരണമുള്ളൂ, ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള സാധാരണ ആളുകളല്ല. ഇൻ്റർനാഷണലി നല്ല സ്റ്റാൻഡേർഡുള്ളൊരു കമ്പനിയായ മലേഷ്യ എന്നുള്ള കമ്പനിയായ റോഡ് ബിൽഡർ എന്ന് പറഞ്ഞ റോഡ് നിർമ്മാണ കമ്പനിയാണ്. അവർ അന്നത്തെ കാലത്ത് വലിയ എമൗണ്ടിന് ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുക്കുകയും അതേപോലെ ക്വാളിറ്റിയിൽ റോഡ് ഉണ്ടാക്കി നൽകുകയും ചെയ്തു. അതുകൊണ്ടെന്നാണ് 15 വർഷത്തിലേറെയായിട്ടും റോഡിന് ഒരു പോറലോ തകരാറോ ഒന്നുമില്ല. ഇപ്പോൾ കിടിലനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് തൊട്ട് നമ്മളിപ്പോൾ ഒറ്റപ്പാലം വരെ എന്നുള്ള യാത്രയെ നമ്മൾ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇത് കുളപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം വരെയുള്ള ഒരു 1.25 മണിക്കൂറിൻ്റെ നല്ല സൂപ്പർ യാത്രയാണ് ഇപ്പോൾ ഈ റോഡ് നൽകുക.
ഇപ്പോൾ നമ്മൾ പാലക്കാട് ടൗണൊക്കെ വിട്ട് കല്ലക്കാട് എന്ന സ്ഥലവും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെയാണെങ്കിൽ റോഡ് നല്ല വീതിയാണ്, നല്ല സുന്ദരമായ റോഡ്, സ്മൂത്തായ റോഡ്, ഒരു തരത്തിലും ഒരു ഡിസ്റ്റർബൻസോ തടസ്സമോ ഒന്നുമില്ല, കുഴികളില്ല, അങ്ങനെ സൂപ്പറായിട്ട് ഈ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുണ്ട് പോലീസ് ക്യാമ്പൊക്കെ ഇവിടെയാണ്, നല്ല സ്കൂളുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ട് കാറുകൾ വിൽക്കുന്ന ഒരു കടയുടെ അവിടെ വണ്ടികളൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല സൂപ്പർ വീതി തന്നെ കേട്ടോ. അതായത് 4 വരെയൊക്കെ ആക്കാനുള്ള വീതി ഉണ്ട്, പക്ഷേ ഇവിടെ 2 വരെയായിട്ട് തന്നെ നിലനിർത്തിയിരിക്കണേ. എങ്കിൽ പോലും 4 വരെയുടെ ഒരു എഫക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കണ്ടോ, ഗംഭീര വീതി. ഇപ്പം മഴയും പെയ്യുന്നുണ്ട്, മഴ പെയ്യുമ്പോൾ റോഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കണം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ പറളിയിൽ എത്തിയിട്ടുണ്ട്. പറളി എന്ന് പറഞ്ഞാൽ പാലക്കാട് ടൗൺ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ഥലങ്ങളിലെ ഒരു ചെറിയൊരു ടൗണാണ് പറളി. പറളി കഴിഞ്ഞാൽ പിന്നെ പത്തിരിപ്പാലുണ്ട്. അപ്പോൾ നമുക്ക് പറളിയിൽ ഭാരതപ്പുഴയുടെ ഒരു കൈവഴി ഉണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ, പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വണ്ടിയിൽ പോകും. ഇപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കയറി കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം മുൻപുണ്ടായിരുന്ന പഴയ പാലം, ആർച്ച് രൂപത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പാലം. ഇത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ റെയിൽവേ ലൈൻ നമ്മളൊന്ന് ക്രോസ് ചെയ്യും, റെയിൽവേ ലൈനിൻ്റെ മുകളിൽ കൂടെ പോകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള ഈ പോയിൻറ്റിൻ്റെ പേര് പറളി ചെക്ക് പോസ്റ്റ് എന്നാണ്. ഇവിടെ പണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ റൈറ്റിലേക്ക് റോഡ് ഉണ്ടല്ലോ, ബസ് വരുന്ന റോഡ്, അത് മുണ്ടൂരിലേക്കൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ.
ഇപ്പോൾ നമ്മൾ തേനൂര് എന്ന സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് മാങ്കുറിശ്ശി എന്ന സ്റ്റോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ രണ്ട് സൈഡും പാടാണ്. അപ്പോൾ പാടത്തിൻ്റെ നടുക്കൂടെ ഗംഭീര റോഡ് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് മുമ്പ് പോകുന്ന ചെറിയ വണ്ടി ഉണ്ടല്ലോ, അവന് നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവർടേക്ക് ചെയ്യാൻ സമയം ഗ്യാപ്പ് കൊടുക്കണില്ല. അതുകൊണ്ട് നമ്മുടെ വണ്ടി കുറേ നേരമായിട്ട് ഹോണൊക്കെ അടിക്കണം. അവർ നല്ല സ്പീഡിൽ പോകുകൊണ്ട് ഇതിനനുസരിച്ച് നമുക്ക് ഓടിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ മാങ്കുറിശ്ശി എത്തി കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് മങ്കരയിലാണ്. ഇവിടുന്ന് ഇപ്പോൾ ഉള്ളിലേക്ക് കണ്ട ഈ റോഡുണ്ടല്ലോ, ഈ റോഡ് കൂടെ പോയി കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ ഉൾപ്രദേശമായ പൂടൂര് വഴിയൊക്കെ സഞ്ചരിക്കാം. പൂടൂര് വഴി നേരെ പാലക്കാട് ടൗണിലേക്ക് തന്നെ പോകാം. അത് നല്ല ഗ്രാമപ്രദേശമാണ്, നല്ല ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടോ. പിന്നെ കോട്ടായി പറഞ്ഞ ഭാഗത്തേക്കും ആ റോഡ് കൂടെ തന്നെ പോയി കയറാം. ഈ സ്ഥലത്തിൻ്റെ പേര് മങ്കര വളവ് എന്നാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നേരെ പോവുകയാണ്. പക്ഷേ ഹൈവേ ഉണ്ടാക്കിയായിരുന്ന കാലത്ത് തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിൽ കൂടെ കണ്ട റോഡ് കൂടെ ആയിരുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് താഴെ വന്ന് കയറും. താഴെ വന്ന് കയറിയിട്ട് അന്നത്തെ കാലത്ത് വളരെ സ്പീഡിൽ വന്ന് ആ റോട്ടിൽ വന്ന് കയറും. അത് നേരെ ഓപ്പോസിറ്റ് പാടത്തേക്ക് പോയി ചാടും. ഇതിപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടല്ലോ, അങ്ങനെ വളഞ്ഞ് ഇവിടെ വന്ന് കയറുമായിരുന്നു. ഇത് നേരെ പാടത്തേക്ക് പോയിട്ട് നിരവധി അപകടങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് നിരവധി അപകടങ്ങൾ വന്ന് ആളുകളുടെ പ്രതിഷേധം വന്ന് ഗവൺമെൻറ് മാറി ചിന്തിച്ചു ആ വളവും നിവർത്തണം. അപ്പോൾ ഹൈവേ നിർമ്മാണത്തിന് ശേഷം രണ്ടാമത് ഈ വളവ് നിവർത്തിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിപ്പാലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
പാലക്കാടിനും ഒറ്റപ്പാലത്തിനും ഇടയ്ക്കുള്ള ഏറ്റവും വലിയ ടൗണാണ് കേട്ടോ പത്തിരിപ്പാല. നല്ല തിരക്കുള്ള ടൗണാണ്. ചില സമയത്ത് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ശരിക്കും നല്ല ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ ഈ ഹൈവേയുടെ സുഖമൊന്നും കിട്ടില്ല. റോഡ് നല്ല വീതി ഉണ്ടായിരിക്കും, പക്ഷേ നിറയെ വാഹനങ്ങളും ജനങ്ങളൊക്കെ ആയിരിക്കും റോഡിൽ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നിറയെ പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളൊക്കെ ഉണ്ടല്ലോ. കാര്യം ഇത് നല്ലൊരു റൂട്ടാണ്. ഗുരുവായൂർ പാലക്കാട് റൂട്ടായതുകൊണ്ട് തന്നെ നിരവധി പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ മൗണ്ട് സീന എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയൊരു സ്കൂളാണ് കേട്ടോ കണ്ടത്. നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ നാട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടതുവശത്തേക്കുള്ള റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ മിഴാവിൻ്റെ വലിയ രൂപമാണ് ഇപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ റോഡിൽ കൂടെ പോയാൽ അദ്ദേഹത്തിൻ്റെ സ്മാരകമായി. നമ്മളിപ്പോൾ ലക്കിടി കൂട്ടുപാതയിൽ എത്തുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ ലക്കിടി കൂട്ടുപാതയിൽ നിന്നാണ് തിരുവില്ലാമലയ്ക്ക് തിരിയുക. ഒറ്റപ്പാലത്തിനും പാലക്കാടും ഇടയിലുള്ള ലക്കിടി കൂട്ടുപാത. ഇപ്പോൾ നമ്മൾ ലക്കിടി കൂട്ടുപാതയിലെ പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങൾ കാണുകയാണ്. ഒന്ന് റൈറ്റ് സൈഡിൽ കാണുന്ന കിൻഫ്ര വ്യവസായ പാർക്ക്. ഇത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണുന്ന ലാഡ്ര സിനിമാസിൻ്റെ ഒരു സെൻറ്ററാണ് കേട്ടോ. അപ്പോൾ അവിടെ 3 സിനിമാ തിയേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത കാലത്ത് വന്ന ഒരു ഉഗ്രൻ സ്ഥാപനമാണ് ഈ ലാഡ്ര സിനിമാസ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ സ്ട്രക്ചർ. നമ്മളിപ്പോൾ പാലപ്പുറത്തെ ചിനക്കത്തൂർ കാവിലെത്തിയിട്ടോ. ഇവിടുത്തെ പൂരമുണ്ട്. പൂരം ഗംഭീര പൂരമാണ്. കുതിരയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റം.
പൂരം നടക്കുന്ന ദിവസം ഇത് കൂടെ വണ്ടി വിടാൻ പറ്റില്ല. കാരണം അന്ന് ജനസാഗരമായിരിക്കും. അപ്പോൾ അന്നത്തെ ദിവസം ചെർപ്പുളശ്ശേരി വഴിയൊക്കെ നമ്മളൊന്ന് കറങ്ങി പോകേണ്ടി വരും. അതല്ലെങ്കിൽ വാണിയംകുളം വഴിയോ അല്ലെങ്കിൽ ഇപ്പുറത്ത് വേറെ ഷോർട്ട് കട്ട് വഴിയൊക്കെ കയറി പോവുകയും ചെയ്യാം. ഇപ്പോൾ ഇടതുവശത്തേക്ക് റോഡ് കാണാം കേട്ടോ. ഈ റോഡിലാണ് മായന്നൂർ പാലമുള്ളത്. ഇവിടെ ഭാരതപ്പുഴയ്ക്ക് കുറുകെ വലിയൊരു പാലം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടി കടന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം തൃശ്ശൂർ ജില്ലയിലേക്ക് എത്താം. ഇതിപ്പോൾ അധികം കാലമൊന്നുമായിട്ടില്ല ഈ പാലം വന്നിട്ട്. മുൻപൊക്കെ വളഞ്ഞു തിരിഞ്ഞ് പോകണമായിരുന്നു. പിന്നെ ജനങ്ങളുടെ നിരന്തര ആവശ്യം മുൻനിർത്തിയിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പാലം വന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മളിപ്പോൾ പാലക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ നമ്മളിപ്പോൾ ഒറ്റപ്പാലത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിരവധി സ്ഥലങ്ങളിലേക്ക് ബസ്സുകളുള്ള KSRTC ബസ്സുകൾ കയറുന്ന നിരവധി പ്രൈവറ്റ് ബസ്സുകളുള്ള ഒരു അടിപൊളി ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഈ യാത്രയിൽ കൂടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കുള്ള നന്ദി അറിയിക്കാം കേട്ടോ. ഓക്കെ, സീ യു. Yeah.